ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. സ്വാമിക്ക് രണ്ട് മുഖമില്ലായിരുന്നു, ഒരൊറ്റ മുഖമേ ഉള്ളൂ. രണ്ട് മുഖം നമ്മൾ പലപ്പോഴും കാണുന്നത് അവസരവാദപരമാണ്. സ്വാമി അങ്ങനെയല്ല, ശരിയെന്ന് തോന്നുന്നത് പറയും, ആരുടെ മുഖത്ത് നോക്കിയും പറയും. അത് അപാരമായ ഒരു വ്യക്തിത്വമായിരുന്നു. സ്വാമിയുടെ പ്രസക്തി, ആവശ്യകത ഇപ്പൊ പല സമയങ്ങളിലും നമ്മുടെയൊക്കെ മനോമുഖരത്തിൽ ആവശ്യകത ഉണ്ട് എന്ന സ്ഥിതി പലപ്പോഴും വരികയാണ്. ആത്മീയരംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒരു അത്യാവശ്യ ഘടകമായിരുന്നു സ്വാമി. അതിപ്പോ നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നുണ്ടല്ലോ. ആ വ്യക്തിത്വത്തിനുള്ള, സന്യാസിയുടെ വ്യക്തിത്വം എന്നല്ല, അതിന് മറ്റെന്തോ വാക്കാണ് പറയേണ്ടത്. ആ വ്യക്തിത്വം പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു റെമഡി ആയിരുന്നു. എത്രയോ ആളുകൾക്ക്, അശരണരായ എത്രയോ ആളുകൾക്ക്, അതുപോലെ തന്നെ അപരിചിതരായിട്ടുള്ള ആളുകൾക്ക് സ്വാമിയുടെ മുമ്പിൽ ഒരു കാര്യമായി വന്നാൽ അതിന് പരിഹാരമുണ്ടാവും ആയിരുന്നു. അത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു തടാകം പോലെ, ഒരു സംഭരണി പോലെ എല്ലാവർക്കും നിവേദ്യമായിരുന്ന, ഉപയോഗപ്രദമായിരുന്ന ആ വ്യക്തിത്വത്തിന്റെ മഹാസ്മരണ 24 വർഷമായെങ്കിലും ശരി ഇന്നലത്തതുപോലെ തോന്നുന്നു. ആ മഹാ വ്യക്തിത്വത്തിന് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.